എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളൊരു റിലേഷൻഷിപ്പിലാണ്. നിങ്ങളുടെ പേഴ്സണെ നിങ്ങൾ ചേസ് ചെയ്യേണ്ടുന്ന ഒരു അവസ്ഥയാണെന്ന് വിചാരിക്കുക. അവരുടെ ഭാഗത്തു നിന്നും ഒന്നുകിൽ ഒരു റെസ്പോൺസ് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടുന്നില്ല, അവരവരുടെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യുന്നില്ല പ്രോപ്പറായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് തരുന്നില്ല. അങ്ങനെ എന്തും ആവട്ടെ, നിങ്ങൾ ഇത്രയും നാളും ഒരു ചേസിങ് എനർജിയിലായിരുന്നു. ഓക്കെ, പക്ഷെ ഇപ്പോൾ നിങ്ങൾ തീരുമാനിച്ചു ഇനി നമ്മൾ കുറച്ച് സൈലൻ്റ് ആയിട്ടിരിക്കാം, അവർക്ക് വേണമെങ്കിൽ അവർ വരട്ടെ, അതുവരെ ഞാൻ ഇനി ചേസ് ചെയ്യാൻ പോകുന്നില്ല എന്ന് നിങ്ങളങ്ങ് തീരുമാനിച്ചു എന്ന് വിചാരിക്കൂ. നിങ്ങളുടെ പേഴ്സൻ്റെ റിയാക്ഷൻ എന്തായിരിക്കും? നിങ്ങളുടെ സൈലൻസ്, നിങ്ങൾ അവരോട് മിണ്ടാതിരുന്നാൽ, നിങ്ങൾ ടോട്ടലായിട്ട് ഇവരെ ഇഗ്നോർ ചെയ്യുന്നു എന്നൊരു ഫീലിംഗ് അവർക്ക് വന്നാൽ അവരുടെ റെസ്പോൺസ് എന്തായിരിക്കും എന്ന് നോക്കിയാലോ? അവരുടെ ഭാഗത്തു നിന്ന് എന്തായിരിക്കും അവർ ചെയ്യാമെന്ന് നോക്കിയാലോ നമുക്ക്, അല്ലേ? അത് പറയണമല്ലോ നമുക്ക്. എത്ര നാൾ നമ്മൾ ചേസ് ചെയ്യും, അല്ലേ? അപ്പോൾ എന്തായിരിക്കും സ്ഥിതി എന്ന് നമുക്കൊന്ന് നോക്കാം. ഇത് തിരിച്ചു എടുത്തോളണേ. ഓക്കെ, തിരിച്ചു എടുത്തോളണം. ഏത് സൈഡിലാണോ ചേസ് ചെയ്യുന്നത് മറ്റേ സൈഡിൽ നിന്നുള്ള റിയാക്ഷൻ ആയിട്ട് എടുത്തോളണം. കാരണം നിങ്ങളുടെ എനർജി ത്രൂ ആണ് ഞാൻ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജീനെ കണക്ട് ചെയ്യുന്നത്. പിടികിട്ടിയല്ലോ? അപ്പോൾ അങ്ങനെ ഇത് ഓരോ പ്രാവശ്യവും പറയണ്ട വിചാരിച്ചിട്ടാണ് ഞാൻ പറയാത്തത്. പക്ഷെ ഇതെപ്പോഴും ഓർക്കുക കേട്ടോ. ഇന്നിവിടെ നല്ല മഴ പെയ്യുന്നുണ്ട്. ചെറുതായിട്ട് മഴ ചാറുന്നുണ്ട്. അവിടെയൊക്കെ നിങ്ങളുടെ സ്ഥലങ്ങളിലൊക്കെ ഉണ്ടോ മഴ? മഴ പെയ്യുമ്പോൾ നമുക്ക് മനസ്സൊരു മാതിരി ആവും, അല്ലേ? എന്തോ ഒരു ഫീലിംഗ് വരും. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഓക്കെ, ഡിവൈൻ പ്ലീസ് ഗൈഡ്. എൻ്റെ വ്യൂവേഴ്സ് അവരുടെ പേഴ്സണെ ചേസ് ചെയ്യുന്നത് നിർത്താൻ തീരുമാനിച്ചാൽ, അവരുടെ ഭാഗത്തു നിന്നും ടോട്ടൽ സൈലൻസിലേക്ക് അവർ പോയാൽ, എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ റെസ്പോൺസ് എന്തായിരിക്കും അവർക്ക് വേണ്ടിയിട്ട്? എൻ്റെ വ്യൂവേഴ്സ് അവരുടെ പേഴ്സണെ ചേസ് ചെയ്യുന്ന ടോട്ടലായിട്ട് നിർത്തിയാൽ, അവരൊരു സൈലൻസിൽ പോയി അവരുടെ പേഴ്സണെ ഇഗ്നോർ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ, അവരുടെ പേഴ്സൻ്റെ ഭാഗത്തു നിന്നുള്ള റെസ്പോൺസ് എന്തായിരിക്കും? തിരിച്ചു എടുത്തോളണം കേട്ടോ. വിളക്ക് ഒരുപാട് അടുത്ത് വെച്ചിട്ട് ഭഗവാന് ചൂടെടുക്കും. ഞാൻ അങ്ങനെയൊക്കെ ചിന്തിക്കാറുണ്ട്. സ്ട്രെങ്ത്, 3 of cups, ശരി. 7 of pentacles, ഡെത്ത്, രണ്ടെണ്ണം വന്നു. എംപ്രസ്, പേജ് ഓഫ് വാൻഡ്സ്, നൈറ്റ് ഓഫ് വാൻഡ്സ്, വീൽ, 6 of wands, 9 of pentacles, fool, 3 of swords, അത് ശരി. king of wands, bottom of the deck. Clarify 9 of pentacles, clarify 9 of pentacles, clarify 9 of pentacles, 5 of cups. Clarify 3 of cups, clarify 3 of cups, clarify 3 of cups. ലവേഴ്സ്, എനിക്ക് തോന്നി അത്. ഞാൻ വിചാരിച്ചു ആദ്യം ഫ്രണ്ട് സോൺ ചെയ്യുമെന്ന് പറയുമോ എന്ന്. അല്ല, അങ്ങനെയല്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ അവരുടെ അടുത്ത് ചേസിങ് നിർത്തി, നിങ്ങൾ കല്ലുപോലിരിക്കുകയാണെന്ന് വിചാരിക്കും. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ എന്താണ് ചെയ്യാന്ന് വെച്ചാൽ, അവർ ഹൃദയം തകർന്നു പോകുന്ന ഒരവസ്ഥയിലേക്ക് എത്തും കേട്ടോ. നിങ്ങൾ ചേസ് ചെയ്യുന്നത് അവർ എൻജോയ് ചെയ്യുന്നുണ്ട്. തിരിച്ചു ആയിരിക്കാം, നിങ്ങളും ആയിരിക്കാം. ഓക്കെ, പക്ഷെ അവർ പെട്ടെന്ന് വിഡ്രോ ആവുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് വിഡ്രോ ആവുമ്പോഴത്തേക്ക് അവർക്കൊരു ഹാർട്ട് ബ്രേക്ക് ആയതുപോലെ ആവും. ഓക്കെ, അതെന്ത് പറ്റി, എന്നോട് പെട്ടെന്ന് ഇഷ്ടമില്ലാതായോ, എന്തുകൊണ്ടാണ് എന്നെ ചേസ് ചെയ്യാതെ എന്നൊക്കെ ഓർത്ത് അങ്ങ് വല്ലാത്ത ഒരു സിറ്റുവേഷനിലാവും എന്ന് തന്നെയാണ് കാണുന്നത്. ഓക്കെ, അതുപോലെ നിങ്ങളെ പറഞ്ഞ് സമാധാനിപ്പിക്കാൻ ഒരു ശ്രമം അവർ നടത്തും കേട്ടോ. അവരുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലുമൊക്കെ രീതിയിലൊരു അവരുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലുമൊക്കെ രീതിയിലുള്ള ഒന്ന് സംസാരിച്ചു നോക്കുക, ഒന്ന് ചിരിച്ചു നോക്കുക, ഒന്ന് അടുത്തുകൂടി സംസാരിക്കാൻ ശ്രമിക്കുക. അങ്ങനെയൊക്കെ അവര് അവരുടെ സൈഡിൽ നിന്നും ട്രൈ ചെയ്യും കേട്ടോ. കുറച്ചൊന്ന്
കളി തമാശയൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ ചെയ്യാനൊക്കെ അവർ ശ്രമിക്കും. ചിലർ അവരുടെ സുഹൃത്തുക്കൾ വഴി നിങ്ങളെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് സുഹൃത്തുക്കളെ കൊണ്ട് സംസാരിപ്പിക്കുക. അവർക്ക് നിങ്ങളെ എത്ര ഇഷ്ടമാണെന്നറിയാവോ? അങ്ങനെ അങ്ങ് വിട്ടിട്ട് പോകലെ, അവർക്ക് ഇത്തിരി സമയം കൊടുക്കൂ, അവരുടെ സിറ്റുവേഷൻ അറിയില്ലേ എന്നൊക്കെയുള്ള രീതിയിൽ അവരുടെ സുഹൃത്തുക്കൾ വഴി നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാനുള്ള ഒരു ശ്രമം അവർ നടത്തും. അല്ലെങ്കിൽ അവർ അവരുടെ സുഹൃത്തുക്കളോട് ഇതിനെപ്പറ്റി സംസാരിക്കും. അവർക്ക് വളരെയധികം സ്നേഹം കാണിച്ചിരുന്നതാണ്. പെട്ടെന്ന് അവര് അതൊന്ന് വിഡ്രോ ചെയ്തതുപോലെ എന്ത് പറ്റിയതായിരിക്കും എന്ന് അവര് മനസ്സിലാക്കുന്നില്ല നിങ്ങൾ ചേസിങ് നിർത്തിയതാണെന്നുള്ളത്. നിങ്ങളുടെ പേഴ്സൺ ആണ് നിങ്ങൾക്ക് റെസ്പോൺസ് തരാത്തത് അല്ലെ. പെട്ടെന്ന് നിങ്ങൾ വിഡ്രോ ചെയ്യുമ്പോൾ അതെന്താ അങ്ങനെ എന്നുള്ളൊരു ഭയം അവർക്ക് വരികയും അവരത് അവരുടെ സുഹൃത്തുക്കളോട് പറയുകയും ചെയ്യുമെന്നാണ് കാണുന്നത്. നിങ്ങളുടെ സ്നേഹം മിസ് ചെയ്യുന്നു എന്ന് അവരവരുടെ സുഹൃത്തുക്കളോട് പറയും കേട്ടോ. 7 ഓഫ് പെന്റക്കിൾസ് വെച്ച് ജോലിയിലേക്ക് കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്നത് പോലെ ഇവർ ആക്ട് ചെയ്യും. ഓക്കെ, പക്ഷെ ഒന്ന് ശ്രദ്ധിക്കാൻ സാധിക്കില്ല. കാരണം ജോലിയിൽ ഇരിക്കുമ്പോഴും അവർ സുഹൃത്തുക്കളോട് ഇതിനെപ്പറ്റി തന്നെ ആയിരിക്കും സംസാരിക്കുന്നുണ്ടാവുക. നിങ്ങളുടെ കാര്യങ്ങൾ തന്നെ ആയിരിക്കും സംസാരിക്കുന്നുണ്ടാവുക. ജോലിയിലേക്ക് കൂടുതൽ ഇൻവോൾവ് ആയിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ മനസ്സിൽ നിന്നും മറയ്ക്കാൻ അവര് ഒരു അറ്റംപ്റ്റ് നടത്തി നോക്കും. നടക്കുമോ നടക്കില്ല എന്നുള്ളതല്ല, ഒരു അറ്റംപ്റ്റ് അവർ നടത്തി നോക്കും തന്നെയാണ് കാണുന്നത്. ഡെത്ത് ആൻഡ് റീബർത്ത് വെച്ചിട്ട് ചിലര് പെട്ടെന്ന് തന്നെ ഓടി വന്ന് കാര്യങ്ങൾ പറഞ്ഞ് ശരിയാക്കി നിങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കും കേട്ടോ. എന്ത് തന്നെ ആയാലും നമുക്ക് സംസാരിച്ച് ശരിയാക്കാം എന്നുള്ള രീതിയിൽ അവർ നിങ്ങളുടെ അടുത്ത് വന്ന് സംസാരിക്കുമെന്ന് തന്നെയാണ് കാണുന്നത്. കേസ് ബൈ കേസ് എടുത്തോളൂ കേട്ടോ. എംപ്രസ് വെച്ചിട്ട് നിങ്ങളില്ലാതെ അവർക്ക് പറ്റില്ല. നിങ്ങളെ ഭയങ്കര സ്നേഹമാണ്. ചിലര് ഒട്ടും എക്സ്പ്രസീവ് അല്ലാത്ത ക്യാരക്ടേഴ്സ് ഉണ്ടാവും അല്ലെ. ഇവർക്ക് മനസ്സിൽ ഒരുപാട് സ്നേഹം ഉണ്ടായിരിക്കും, പക്ഷെ പ്രകടിപ്പിക്കാൻ അറിയണ്ടാവില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇഗ്നോർഡ് ആയിട്ട് ഫീൽ ചെയ്തിട്ടായിരിക്കും നിങ്ങളുടെ കെയർ പെട്ടെന്ന് അങ്ങ് വിഡ്രോ ചെയ്തത്, അതിൽ നിന്നും ബാക്കിലേക്ക് മാറിയത്. ഓക്കെ, പക്ഷെ അവർക്ക് ആ കെയർ നഷ്ടപ്പെടുമ്പോഴാണ് അവർ മനസ്സിലാക്കുക നിങ്ങൾ അവരുടെ ലൈഫിൽ ഒരു മാറ്റി വെക്കാൻ പറ്റാത്ത ഒരു ആളാണ് എന്നുള്ളത് അവർ അന്നേരമാണ് മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ എന്തെങ്കിലും രീതിയിൽ നിങ്ങളെ വന്ന് സംസാരിച്ച് നിങ്ങളില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായും ഒരു കോണ്ടാക്റ്റുമായിട്ട് ഒരു ക്ഷമാപണമൊക്കെ ആയിട്ട് അവർ നിങ്ങളുടെ അടുത്തേക്ക് വരും എന്ന് തന്നെയാണ് കാണുന്നത്. ഓക്കെ, പേജ് ഓഫ് ഫോൺസ് വെച്ച് മിക്കവാറും ആൾക്കാര് പെട്ടെന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യും, അന്വേഷിക്കും എന്താണ്. അല്ലെങ്കിൽ ഇവര് മിണ്ടാതിരിക്കുകയാണെങ്കിൽ ഓൺലൈനിൽ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കും. അപ്ഡേറ്റ്സ് എന്തെങ്കിലും ഉണ്ടോ എന്നെല്ലാം ഇവർ ശ്രദ്ധിക്കും എന്നും കാണുന്നു കേട്ടോ. എന്തായാലും ലൈഫ് ലോങ് നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആയിരിക്കണം എന്ന് തന്നെയാണ് ഇവരുടെ മനസ്സിൽ ഉള്ളത്. ഓക്കെ, അതുകൊണ്ട് നിങ്ങളെ അങ്ങ് വിട്ട് കളയാനൊന്നും അവർക്ക് സാധിക്കില്ല എന്ന് തന്നെയാണ് കാണുന്നത്. നൈറ്റ് ഓഫ് വോൺസ് വെച്ച് ചിലർ പെട്ടെന്ന് തന്നെ ഒരു ആക്ഷൻ നിങ്ങൾക്ക് വേണ്ടി എടുക്കും. ജോലി തിരക്ക് അത് ഇത് എന്നൊക്കെ പറഞ്ഞാണ് നിങ്ങളെ ഇഗ്നോർ ചെയ്ത് അവരിരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു തീരുമാനവുമായിട്ട് അവര് ഇല്ല, ഇനി അങ്ങനെ ചെയ്യില്ല, ഇഗ്നോർ ചെയ്യില്ല, ഇനി അങ്ങോട്ടുള്ള സമയം നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കോളാം എന്നുള്ള രീതിയിൽ പറഞ്ഞ് അവർ മുന്നോട്ട് വരും. ഓക്കെ, വീല് വെച്ചിട്ട് ചിലര് സമയം വരട്ടെ, സമയം വന്നിട്ട് കോണ്ടാക്ട് ചെയ്യാം എന്നുള്ള രീതിയിലും മിണ്ടാതിരിക്കുന്നവരും ഉണ്ടാവും കേട്ടോ. എല്ലാം സമയമെടുത്ത് ശരിയാവട്ടെ, കാര്യങ്ങൾ കലങ്ങി തെളിയട്ടെ, അതുവരെ വെയിറ്റ് ചെയ്യാം എന്ന് വിചാരിച്ചിരിക്കുന്നവരും ഉണ്ടായിരിക്കും. 6 ഓഫ് വോൺസ് വെച്ച് ഇതിൽ ഏത് സിറ്റുവേഷൻ ആയാലും അവര് ദൈവത്തിന്റെ അടുത്ത് പ്രാർത്ഥിക്കും എന്ന് കാണുന്നുണ്ട്. ഈ സിറ്റുവേഷൻ ഒന്ന് ശരിയാക്കി തരണം, അവര് പിരിഞ്ഞു പോകരുത് എന്നുള്ള രീതിയിൽ തീർച്ചയായും ഡിവൈൻ ഇന്റർവെൻഷൻ അവര് ആഗ്രഹിക്കും എന്ന് തന്നെ കാണുന്നു. ഓക്കെ, കൂടുതലായിട്ടും ഇവർക്ക് നിങ്ങളുടെ ആ ഒരു എന്താ പറയാ സെൽഫ് റെസ്പെക്റ്റ് അങ്ങനെയൊക്കെ നിങ്ങൾ വർക്ക് ആവുമ്പോഴാണല്ലോ, കൂടുതലായിട്ട് സെൽഫ് റെസ്പെക്റ്റിലോ സെൽഫ് ലവ് ഒക്കെ നിങ്ങൾ ചെയ്ത് തുടങ്ങുമ്പോഴാണല്ലോ നിങ്ങൾ ഈ ഒരു മാറ്റം നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക. അത് ഇവരെ ഒന്ന് അമ്പരിപ്പിക്കുമെന്ന് തന്നെയാണ് കാണുന്നത് കേട്ടോ. ഇത്ര പെട്ടെന്ന് ഇവർക്ക് ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടാവുമോ എന്നൊക്കെ ആലോചിച്ച് അവരൊന്ന് സംശയിക്കുമെന്ന് തന്നെയാണ് കാണുന്നത് കേട്ടോ. എത്ര പെട്ടെന്ന് അവര് ആ ഒരു സെൽഫ് ലവിലേക്ക് തിരിഞ്ഞു, നിങ്ങളിലുള്ള വരുന്ന ആ മാറ്റം ഉണ്ടല്ലോ, അത് ഇവരെ ഒന്ന് ചിന്തിപ്പിക്കുമെന്ന് തന്നെയാണ് കാണുന്നത്. ഇവർ കുറച്ച് സ്ട്രെസ്ഡ് ആവും എന്നും കാണുന്നു. എന്ന് വെച്ചാൽ നിങ്ങൾ മൂവ് ഓൺ ചെയ്ത് പോകുമോ, പെർമനന്റ് ആയിട്ട് ഇവരെ വിട്ടു പോകുമോ എന്നൊരു ഭയം ഇവർക്ക് അതിതീവ്രമായിട്ട് വരും, ഉറക്കം നഷ്ടപ്പെടും എന്ന് തന്നെയാണ് കാണുന്നത്. ഓക്കെ,
ഇവര് കുറച്ച് വിഡ്ഢിത്തരമായിട്ടൊക്കെ പെരുമാറും നിങ്ങളുടെ അടുത്ത്. കുറച്ച് ഫൂളിഷ്നെസ് ആയിട്ട്, ചൈൽഡിഷ് ആയിട്ടൊക്കെ നിങ്ങളുടെ അടുത്ത് മെച്യൂരിറ്റി ഇല്ലാത്ത രീതിയിലൊക്കെ ഒരു എന്താ പറയാ, ഒരു ചമ്മല് മാറ്റാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു പെരുമാറ്റം ഇല്ലേ, അങ്ങനെയൊക്കെ പ്ലേഫുൾ ആയിട്ട് നിങ്ങളെ ചിരിപ്പിക്കാൻ ശ്രമിക്കുക, അങ്ങനെയൊക്കെ ഇവർ ചെയ്യുമെന്നും കാണുന്നു. ഓക്കെ, പക്ഷെ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്താ പറ്റുക, നിങ്ങൾക്ക് ഇറിറ്റേഷൻ ആവും. അതാണ് അതാണ് ഉണ്ടാവുക അല്ലേ. അത് അവർ മനസ്സിലാക്കിയാൽ നല്ലത്. നമ്മൾ ഓൾറെഡി ടെൻഷൻ അടിച്ചിരിക്കുന്ന അവിടെ വന്ന് ഈ മണ്ടത്തരം കാണിച്ച് എന്താ പറയാ, കളിത്തരം കാണിച്ച്, കുട്ടിത്തരം കാണിച്ച് അടുത്ത് വന്ന് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇറിറ്റേഷൻ ആണ് ഉണ്ടാവുക അല്ലേ. അങ്ങനെ 3 ഓഫ് സോർട്സ് ഞാൻ ഓൾറെഡി പറഞ്ഞു. 3 ഓഫ് സോർട്സ് എന്നാണ് ഞാൻ തുടങ്ങിയത്. കിങ് ഓഫ് വാൻസ്, നിങ്ങളെ അവർക്ക് റെസ്പെക്റ്റുമാണ് കേട്ടോ. നിങ്ങളെ ഓൾറെഡി അവര് ഭയങ്കര റെസ്പെക്റ്റിലാണ് വെച്ചിരിക്കുന്നത്. അത് അവര് നിങ്ങളെ എന്തെങ്കിലും രീതിയിൽ അവര് പറയും, ഞാൻ നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്താണ് നിൽക്കുന്നത്. കാരണം ഇവര് നിങ്ങളെ ഡിപ്പെൻഡൻ്റ് ആണ്, ഇമോഷണലി നിങ്ങളെ ഇവര് വല്ലാതെ ഡിപ്പെൻഡൻ്റ് ആണ് കേട്ടോ. അത് ഇവര് നിങ്ങളുടെ അടുത്ത് പറയും, ഞാൻ ഇമോഷണലി നിങ്ങളെ വളരെയധികം ഡിപ്പെൻഡ് ചെയ്താണ് നിൽക്കുന്നതെന്ന് അറിയില്ലേ, വിട്ടുപോകരുത് എന്നുള്ള രീതിയിൽ അവർ തീർച്ചയായിട്ടും എന്താ ഇപ്പം മൈൻഡ് ചെയ്യാതിരിക്കുന്നത് എന്നുള്ള രീതിയിൽ അവർ നിങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ ശ്രമിക്കും എന്ന് തന്നെയാണ് കാണുന്നത് കേട്ടോ. കാരണം റെസ്പെക്റ്റുമാണ്, നിങ്ങളെ ഡിപ്പെൻഡൻറ്റുമാണ്, നിങ്ങളുടെ കഴിവുകളെ ഇവർക്ക് വലിയ വിശ്വാസവുമാണ് കേട്ടോ. കുറച്ച് കാർഡ്സ് കൂടി തരും, കുറച്ച് കാർഡ്സ് കൂടി തരും. എൻ്റെ വ്യൂവേഴ്സ് ചേസിങ് നിർത്തിയാൽ എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ എങ്ങനെയായിരിക്കും റെസ്പോണ്ട് ചെയ്യുക? ഓവർ തിങ്കിങ് എന്താണ് സംഭവിക്കുന്നത്, എന്താണ് പെട്ടെന്ന് സംഭവിച്ചത്, എന്തുകൊണ്ടാണ് ഇങ്ങനെ നടന്നത് എന്നൊക്കെ ഒന്നിരുന്ന് ആലോചിക്കും കേട്ടോ. എൻ്റെ തെറ്റായിരുന്നു, അന്നേരമായിരിക്കും ഇവരുടെ തെറ്റെന്താണെന്ന് മനസ്സിലാക്കുന്നത് കേട്ടോ. ക്വീൻ ഓഫ് കപ്സ്, ഇവർക്ക് ഭയങ്കര ഇമോഷണൽ അപ്സ് ആൻഡ് ഡൗൺസ് ഫേസ് ചെയ്യും ഇവരെന്ന് തന്നെയാണ് കാണുന്നത്. പെട്ടെന്ന് ഒരു കെയർ വിഡ്രോ ആവുമ്പോഴത്തേക്കും ആകെ ഒറ്റപ്പെട്ട ഒരു ഫീലിംഗ് ആവും അല്ലേ. എപ്പോഴും സ്നേഹം കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ആ സ്നേഹത്തിന് വിലയുണ്ടാവില്ല. ആ സ്നേഹം വിഡ്രോ ആവുമ്പോഴാണ് അതിനൊരു മിസ്സിങ് എനർജി അവിടെ വരുന്നത്. അവർ ഭയങ്കരമായിട്ട് നിങ്ങളുടെ ആ ഒരു കെയർ, ആ ഒരു സ്നേഹം മിസ് ചെയ്യും എന്ന് തന്നെയാണ് കാണുന്നത്. ഓക്കെ, ഹേർമിറ്റ്, ആകെ ഒരു ഒറ്റപ്പെട്ട ലെവലിലായിരിക്കും അവർ ഇരിക്കുക എന്നും കാണുന്നു. മാനസികമായിട്ട് ഒറ്റപ്പെട്ട ഒരു ലെവലാവും. മറ്റേത് നിങ്ങൾ എല്ലാ കാര്യങ്ങളും ചോദിക്കുന്നു, എല്ലാ കാര്യങ്ങളും നോക്കി ചെയ്തു കൊടുക്കുന്നു, അങ്ങനെ ആവുമ്പോഴത്തേക്കും അതൊരു ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആവുന്നു. അത് വിഡ്രോ ആവുമ്പോഴത്തേക്കും ഇവർക്ക് ആരോടും പോകാനില്ല, ആരുടെ അടുത്തേക്കും പോകാനില്ല എന്നൊരു സിറ്റുവേഷൻ ആവും. അപ്പോഴാണ് ഇവർ മാനസികമായിട്ട് തകരുന്ന ഒരവസ്ഥ വരുന്നത്. തീർച്ചയായിട്ടും ഒരു കമ്മ്യൂണിക്കേഷന് അവർ അറ്റംപ്റ്റ് ചെയ്യും എന്ന് തന്നെയാണ് കാണുന്നത്. തീർച്ചയായും നിങ്ങളെ കോൾ ചെയ്യാനോ മെസ്സേജ് അയക്കാനോ എല്ലാമുള്ള ഒരു ശ്രമം അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുമെന്ന് തന്നെയാണ് കാണുന്നത്. വല്ലാത്ത സ്ട്രെസ് അനുഭവിക്കും, രാത്രി ഉറക്കം നഷ്ടപ്പെടും എന്നും കാണുന്നു. കമ്മ്യൂണിക്കേഷൻ 8 ഓഫ് വാൻസ്, മാക്സിമം നിങ്ങളുടെ അടുത്ത് സംസാരിച്ച് കാര്യങ്ങൾ ശരിയാക്കാൻ അവർ ശ്രമിക്കും എന്ന് തന്നെയാണ് കാണുന്നത്. ഓക്കെ, നിങ്ങളുടെ ഓർമ്മകൾ അവർക്ക് തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കും. നിങ്ങൾ സംസാരിച്ചിരുന്നത്, നിങ്ങൾ ചേസ് ചെയ്തിരുന്നത്, അതെല്ലാം അവർ ഓർക്കും കേട്ടോ. നിങ്ങളുമായിട്ട് ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിൽ എത്താൻ അവർ തീർച്ചയായും ശ്രമിക്കും എന്നും കാണുന്നു കേട്ടോ. സംസാരിച്ച കാര്യങ്ങൾ ശരിയാക്കാം, ഇല്ല ഇനി ഞാൻ അങ്ങനെ വിഡ്രോ ചെയ്ത് പോവില്ല, ഈക്വൽ റെസ്പോൺസിബിലിറ്റി നമുക്ക് ഈ റിലേഷൻഷിപ്പിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നമുക്കിനി മുന്നോട്ട് പോകാൻ ശ്രമിക്കാം, വർക്കായാലും ലൈഫായാലും ഞാൻ ബാലൻസ് ചെയ്യാൻ ശ്രമിക്കാം എന്ന് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് പറയും എന്ന് തന്നെ കാണുന്നു കേട്ടോ. ക്വീൻ ഓഫ് വാൻസ്, നേരത്തെ കിങ് ഓഫ് വാൻസും വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങളെ അവർ ഒരു പാർട്ട്ണറായിട്ട് തന്നെയാണ് അവരുടെ ലൈഫിൽ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങളില്ലാതെ പറ്റില്ല എന്നറിയില്ലേ, നിങ്ങളെ അവർ എത്രത്തോളം ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്നറിയില്ലേ എന്നുള്ള രീതിയിൽ അവർ നിങ്ങളുടെ അടുത്ത് പറയും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയായിരുന്നു നിങ്ങളുടെ പേഴ്സണിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന റിയാക്ഷൻ. നിങ്ങൾ നിങ്ങളുടെ കെയർ ഒന്ന് വിഡ്രോ ചെയ്താൽ കേട്ടോ. അവർക്ക് വല്ലാത്തൊരു ഹാർട്ട് ബ്രേക്ക് ആയി പോകും നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ. ഓക്കെ, അവർക്ക് അവർ പുറമേ കാണിക്കുന്നുണ്ടോ ഇല്ലയോ, അവർക്ക് നിങ്ങളോട് വളരെയധികം സ്നേഹവും റെസ്പെക്റ്റും ഒക്കെ തന്നെയാണ്. ഓക്കെ, നിങ്ങളെന്നും കോണ്ടാക്റ്റിൽ ഇരിക്കണം എന്നൊക്കെ തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇടയ്ക്കൊന്ന് വിഡ്രോ ആവുന്നതും നല്ലതാണ്. കാരണം നമ്മളുടെ വില മറ്റുള്ളവർക്ക് മനസ്സിലാവണമല്ലോ അല്ലേ. നിങ്ങൾ എപ്പോഴും അവൈലബിൾ ആവുമ്പോൾ ഓവർ അവൈലബിലിറ്റി
നമ്മളുടെ ഒരു വില കുറഞ്ഞു പോകാനുള്ളൊരു സിറ്റുവേഷനാണ്. അപ്പോൾ എന്താ പറയുക, ഓവറായിട്ട് ഒരു അഡിക്ഷൻ ലെവലിൽ ഉള്ളൊരു കണക്ഷനാണ് നിങ്ങൾ ഫീൽ ചെയ്യുന്നെങ്കിൽ അതിൽ നിന്നും കുറച്ചൊന്ന് വിഡ്രോ ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പം അങ്ങനെ ഇതായിരുന്നു നമ്മുടെ റീഡിങ്. ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പും കൂടെ ഒന്ന് ചെയ്ത് തരണേ. അതേപോലെ വേറെ എന്താണ്, പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ, നമ്പർ സ്ക്രീനിൽ കൊടുത്തേക്കാം കേട്ടോ. ദയവായിട്ട് കോൾ ചെയ്യാതിരിക്കുക. ഞാൻ ചിലപ്പോൾ വേറെ റീഡിങ്ങിലായിരിക്കും അല്ലെങ്കിൽ റെക്കോർഡിങ്ങിലായിരിക്കും, അതിനൊരു ബ്രേക്ക് വരും. അതുകൊണ്ടാണ് ദയവായിട്ട് മെസ്സേജ് ഇടുക എന്ന് ഞാൻ പറയുന്നത് കേട്ടോ. മെസ്സേജ് ഇട്ടിട്ടുണ്ടെങ്കിൽ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യുക. ഞാൻ തീർച്ചയായും മെസ്സേജ് കാണുന്ന സമയത്ത് റെസ്പോണ്ട് ചെയ്യും. റെസ്പോണ്ട് ചെയ്യാതെ ഇരിക്കില്ല ഞാൻ കേട്ടോ. ദയവായിട്ട് കോൾ ചെയ്യാതിരിക്കുക. അപ്പോൾ വേറൊന്നുമില്ല. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ തമ്മിൽ കാണും വരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക, ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുക. മേ ഗോഡ് ബ്ലെസ് യു. ബൈ.